ഇന്ന് ഞങ്ങളുടെ ഒരു വീക്കെൻഡ് വ്ലോഗാണ് കേട്ടോ. ഞങ്ങളിവിടെ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം എല്ലാവരും കൂടെ ഒന്ന് ഫ്രീ ആയിട്ട് ഞങ്ങളുടെ ആരുടെങ്കിലും ഒരു വീട്ടിൽ ഒന്നിച്ച് കൂടാറുണ്ട് കേട്ടോ. അപ്പൊ ഈ ആഴ്ച നമ്മള് ഒരു ഗ്രില്ലിംഗ് മെഷീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗ്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും ആദ്യവും ശ്രീഹരിയുടെയും വീട്ടിലായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ഒരു കുട്ടി വ്ലോഗാണിത്. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടാലോ. ഇവരിപ്പോ വിന്ററും സ്പ്രിങ്ങും ഒക്കെ കഴിഞ്ഞ് സമ്മറൊക്കെ തുടങ്ങിയെങ്കിലും നമുക്ക് ഈ ക്ലൈമറ്റിനെ അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും ദിവസം ഇവിടെ മഴയും തണുപ്പും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഇന്ന് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല വെയിലായിരുന്നു. നല്ല ചൂടും വെയിലും ഒക്കെ ആയിട്ട് മുറ്റത്ത് വന്നിരുന്നിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തപ്പം ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് തോന്നി. കാരണം എപ്പോഴും ഈ മഴ ഇരുട്ടും തണുപ്പും ഒക്കെ ആയിട്ട് നല്ല മടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ദിവസം അടിപൊളിയായിരുന്നു. പ്ലാസ്റ്റിക് ആണോ അത് ഇരുമ്പാണോ? അതിരാജ് നിന്നെ കൊല്ലും കേട്ടോ. രാജയുടെ വല്ല സാധനമാണോ? അതെ, അവളുടെ സാധനമൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ കളിക്കാൻ വരാമോ നീ? ഇതേ കരി പറ്റിയെന്ന് പറഞ്ഞാൽ അവള് വിഷയം ഉണ്ടാക്കും. അവരൊക്കെ എന്ത് ചെയ്യണം? എല്ലാരും ഇങ്ങോട്ട് വാന്നേ. സോഫയിൽ കിടക്കുന്നത്. ഞങ്ങളുടെ വീഡിയോയിലെല്ലാം കോമൺ ആയിട്ട് കാണാൻ പോകുന്ന കുറച്ച് ആൾക്കാരാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇവരെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. അപ്പം ഇപ്പോൾ ഈ ഗ്രില്ലിൽ പണിതുകൊണ്ടിരിക്കുന്നതാണ് അലൻ്റെ കൂടെയുള്ള 2 പേര് ശ്രീഹരിയും സരുണാണ് കേട്ടോ. അതിൽ ക്രീം ടീഷർട്ട് ഇട്ടേക്കുന്നത് ശ്രീഹരി, മറ്റേത് സരുൺ. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ 2 ശ്രീഹരി ഉള്ളതുകൊണ്ട് ഈ ശ്രീഹരിനെ ഞങ്ങൾ ഹള്ളി എന്നാണ് വിളിക്കുക. ഇവർ 3 പേരും മാത്രമല്ല, വേറെ 3 പേരും കൂടി ഉണ്ട്. അവരെ ഞാൻ ഈ വീഡിയോയിൽ പിന്നാലെ പരിചയപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഗ്രില്ലിംഗ് മെഷീനൊക്കെ നല്ല പക്കയായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. പയ്യെ ചിക്കൻ എല്ലാം എടുത്ത് അതിലേക്ക് വെക്കാൻ കേട്ടോ. ഒരു 2 പ്രാവശ്യമൊക്കെ ആയിട്ട് വെക്കാനും വേണ്ടിയുള്ള ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇങ്ങനെ എടുത്ത് വെക്കുന്നത് കാണാൻ തന്നെ അടിപൊളിയല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ അച്ചു, അലൻ്റെ പാർട്ട്ണറാണ്. ഇവരുടെ കല്യാണം അടുത്ത വർഷമൊക്കെ ആയിട്ട് ഉണ്ടാവുമായിരിക്കും. ഈ 3 ആൾക്കാരുടെയും കല്യാണം വരാൻ പോകുന്നുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന 2 പേരാണ് ഈ ഷാരും സരുണും. അവരുടെ കല്യാണം സെപ്റ്റംബറിലാണ് കേട്ടോ. പിന്നെ ഇരിക്കുന്നതാണ് ആദി, അവരുടെ കല്യാണവും നെക്സ്റ്റ് ഇയർ ഉണ്ടാവും. അതിനിടയ്ക്ക് അച്ഛൻ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അതാണ് ആ വീഡിയോ കോൾ. അപ്പോൾ ചിക്കനൊക്കെ പയ്യെ സെറ്റായി വന്നിട്ടുണ്ട്, മറച്ചിടുകയാണ്. ഇനി ചിക്കൻ മാത്രമല്ല, അതിൻ്റെ കൂടെ നമ്മൾ പൊറോട്ടയും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട്, അത് വഴിയേ വരും. അപ്പം ഞങ്ങൾ ആദ്യമായിട്ടായതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു ആയിട്ടുണ്ടോ എന്ന്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഉള്ള കലാപരിപാടി സൈഡിൽ കൂടെ നടക്കുകയാണ്. പിന്നെ അച്ചുവിനൊന്ന് ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് അവൾ ആദ്യം തന്നെ കഴിച്ചു പോവുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ അവളെ കളിയൊക്കെയാണ് ഇന്ന് ഷിഫ്റ്റ് എടുത്തതിൻ്റെ പേരിൽ. ഈ അടുത്ത സമയത്താണ് കേട്ടോ ആദ്യം ശ്രീഹരി ഈ വീട്ടിലോട്ട് താമസം മാറിയത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ വീട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ വീട് കാണാൻ നല്ല രസമാണ്, മുറ്റവും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അത് മാത്രമല്ല ഈ സ്ട്രീറ്റും നല്ല ഭംഗിയാണ്. പിന്നെ അച്ചു റെഡിയായി വന്നിട്ടുണ്ട്. അവൾ ഇപ്പം തന്നെ ക്യാബ് വരും, അവൾ പോവുകയാണ്. അപ്പം ഞങ്ങൾ ഈ വീടിൻ്റെ ഒരു വ്യൂ എടുത്താണ് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ. ഇങ്ങനെ സെമി ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ് കേട്ടോ. 2 വീട് ഒരു കോമ്പൗണ്ടിൽ അങ്ങനെ. അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് ഈ വീട്ടിലിരുന്നാൽ കാണാം. ഞങ്ങളെപ്പോഴും ആ ജനലിൻ്റെ അവിടെയാണ് ഹോള്, അവിടെ ഇരുന്നിട്ട് ഞങ്ങളെപ്പോഴും ചായ കുടിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഇതാണ് മൊത്തത്തിലുള്ള വ്യൂ. നല്ല കിടിലനൊരു വ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഹള്ളിയുടെ ക്യാമറയിൽ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് നടക്കുന്നത്. അങ്ങനെ നമ്മൾ ചിക്കൻ 2 തവണയായിട്ട് ഗ്രില്ല് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ കൂടെ കഴിക്കാനുള്ള പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഒന്ന് ആ ഗ്രില്ലിൽ തന്നെ വെച്ച് ചൂടാക്കി എടുക്കുകയാണ്. നമ്മളപ്പോൾ പാക്കറ്റായിട്ട് പൊറോട്ട വാങ്ങിച്ചാണ് കേട്ടോ മലയാളി കടയിൽ നിന്ന്. അപ്പോൾ അതങ്ങനെ ചൂടാക്കി എടുത്ത് കഴിക്കാനുള്ള പരിപാടിയാണ്. പൊട്ടന്മാരായിരുന്നു.
എന്താ അവളെ കാല് വയ്യടാ. കാല് വയ്യ കാല് വയ്യടാ അവളെ. കയ്യേലും കൂടെ തൂക്കി അറിയാം നമുക്ക് പുറത്തിരുന്നാ പോരെ അതിരിക്കാം. ട്രൈപ്പോഡ് കൊണ്ടുവരേണ്ടത് അപ്പൊ അവിടെ കുറച്ച് പോകാതെ പൊറോട്ട മുഴുവൻ എനിക്ക് തിന്നാനുള്ളതാണ്. അതെനിക്ക് പഴംപൊരിയുടെ കൂടെ പിടിക്കാം. അപ്പോൾ ചെറിയൊരു ചർച്ചയ്ക്കൊടുവിൽ അകത്തിരുന്ന് കഴിക്കാനായിട്ടോ തീരുമാനിച്ചേ. അപ്പോൾ ദേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾ ഈ ഹോളിൽ ഇങ്ങനെ വന്നിരുന്ന് ചായയൊക്കെ കുടിച്ചിരുന്ന് സംസാരിക്കാറുണ്ടെന്ന്. അതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ദേ ആദ്യം നമ്മൾ കുക്ക് ചെയ്ത സാധനങ്ങളെല്ലാം ദേ കൊണ്ട് റഗ്ഗിൽ വെക്കുന്നുണ്ട് കേട്ടോ. ചിക്കനും പൊറോട്ടയും മയണൈസും ചട്നിയും അതുപോലെ കോളയും എല്ലാം. അപ്പം നമ്മളിങ്ങനെ എല്ലാ ആഴ്ചയും ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കുക്ക് ചെയ്ത് കുറേ സമയം സംസാരിച്ചിരിക്കുമ്പം ഭയങ്കര റിലാക്സിങ് ആണ് കേട്ടോ. ഇവരെല്ലാവരും നമ്മളിവിടെ വന്നിട്ട് പരിചയപ്പെട്ടിട്ടുള്ളവരാണ്. ഞങ്ങളെല്ലാം തമ്മിൽ പരസ്പരം കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം 5-6 മാസമേ ആയിട്ടുള്ളൂ. പക്ഷേ എന്നാൽ പോലും ഞങ്ങൾ തമ്മിലുള്ളൊരു റിലേഷൻ നല്ല കിഡിലനാണ്, നല്ല അടിപൊളിയാണ്. നമ്മളെന്താ കസിൻസിൻ്റെ അടുത്തൊക്കെ എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യുക അതുപോലെ ആട്ടോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്ക് ഇവരെല്ലാവരും ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ശ്രീഹരിക്കും അതെ, ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരും ലൈഫിൽ ഇങ്ങനെ വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ടാവണത് എപ്പോഴും നല്ലതായിരിക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഹോം ഫീലാണ്. നമ്മളെല്ലാം ഒരു ഫാമിലിയാണെന്നുള്ള പോലെയാണ്. അങ്ങനെ പോലെയാണെന്നല്ല, ഞങ്ങളിപ്പോൾ ഒരു ഫാമിലി തന്നെയാണ്. എല്ലാം പരസ്പരം ഷെയർ ചെയ്യാനും സംസാരിക്കാനും ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അങ്ങനെ നമുക്ക് എല്ലാം മറന്ന് എല്ലാം സംസാരിക്കാൻ കുറച്ചൊക്കെ ആൾക്കാരുണ്ടാവട്ടെ ചുറ്റെന്ന് ആഗ്രഹിക്കണു, ആശംസിക്കണു. അപ്പം ഞങ്ങളുടെ അടുത്തൊരു വ്ലോഗ് വരുന്നവരെ ബൈ. Gigantic budget.